എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ദൈവവചനം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഓരോ ദിവസവും ദൈവം നടത്തുന്നത് എത്ര അതിശയകരമായിട്ടാണ്. ഒരു ദിവസത്തിൻ്റെ പുലരി കൂടെ നമുക്ക് കാണാൻ സാധിച്ചു. നാളത്തെ നമ്മുടെ കയ്യിലല്ല. കർത്താവ് നമുക്ക് തന്നെങ്കിൽ തന്നു എന്ന് പറയാം. അപ്പോൾ ഈ ദിവസം ദൈവം നമുക്ക് തന്നതിനായിട്ടും ഈ ദിവസത്തെ കാണാൻ ദൈവം നമ്മൾക്ക് കൃപ തന്നതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ് ഒരു തിരുവചനം ഞാൻ എടുത്ത് വായിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, കർത്താവ് ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞ ശേഷം അവൻ കഫർന്നഹൂമിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു ശതാധിപന് പ്രിയനായ ഒരു ദാസനുണ്ടായിരുന്നു. ഒരു ശതാധിപനായ ഒരു മനുഷ്യൻ, അയാളൊരു പണക്കാരനായിരുന്നു. അയാൾക്ക് ഒരുപാട് ദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ദാസൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. എന്ന് വെച്ചാൽ അവൻ ആത്മാർത്ഥമായിട്ട് അവനെ സേവിച്ചു. അതിനാൽ അവന് ഒരുപാട് പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവനായ ഒരുവൻ അസുഖം പിടിച്ച് മരിപ്പാറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവൻ തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് യഹൂദന്മാരുടെ മൂപ്പന്മാരെ അയക്കുകയാണ്. അവന് പ്രിയപ്പെട്ടവനായ അവൻ്റെ ദാസനെ, മരിപ്പറായി കിടക്കുന്ന ദാസനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുവാനായിട്ട് അവരൊരു മൂപ്പന്മാരെ അയക്കുകയാണ്. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവരോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുക്കാൻ യോഗ്യൻ എന്നാണ് അവർ പറയുന്നത്. നീ അത് ചെയ്തു കൊടുക്കാൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. കാര്യം അവനത് ചെയ്തു കൊടുക്കാൻ യോഗ്യത എന്താണെന്ന് വെച്ചാൽ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ നമുക്കൊരു പള്ളിയും പണിതു തന്നിരിക്കുന്നു. അപ്പോൾ ശതാധിപൻ ഒരു പണക്കാരനായിരുന്നു, ഒരു ധനവാനായിരുന്നു. അങ്ങനെ അവൻ ആ സമൂഹത്തെ സ്നേഹിക്കുകയും അവർക്ക് ഒരു പള്ളി പണിത് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശതാധിപനായിരുന്നു. അപ്പോൾ യേശു അത് കേട്ടപ്പോൾ അവരോട് കൂടെ പോയി. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കൊടുത്താൽ അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് പ്രതിഫലം കിട്ടും. അപ്പം ജനത്തെ സ്നേഹിക്കുകയും അവർക്ക് പള്ളികൾ ആരാധിക്കുവാനായിട്ട് പള്ളികൾ പണിഞ്ഞു കൊടുക്കുകയും ചെയ്ത ശതാധിപൻ്റെ കാര്യം കേട്ടപ്പോൾ യേശു അവരുടെ കൂടെ പോയി. അപ്പോൾ വീടിന് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ശതാധിപൻ പറയുകയാണ്, കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ശതാധിപൻ്റെ എളിമയോടുള്ള സംസാരം. അവൻ ധനികനാണ്, അതിൻ്റെ അഹങ്കാരമൊന്നും അവനില്ല, അതിനുള്ള പ്രൗഡിനെസ് അവനില്ല. അവൻ ഇപ്പോഴും ഇത്ര പണക്കാരനായിട്ടും അവൻ താഴ്മയോടുകൂടി പറയുവാണ്, കർത്താവെ, എൻ്റെ പെരയ്ക്കകത്ത് വരാൻ നീ എൻ്റെ പെരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിൻ്റെ മുമ്പിൽ വരുവാനും യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പം ഞാനും ഒരു അധികാരത്തിലുള്ള ഒരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും, വരിക എന്ന് പറഞ്ഞാൽ വരൂ. അപ്പോൾ ഒരു സൈനികരുടെ ഒരു മേധാവിയാണ് ഈ ശതാധിപൻ. നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ കീഴിൽ ഒരുപാട് പടയാളികളുണ്ട്. അവൻ ഒരു ബറ്റാലിയൻ ഗ്രൂപ്പ് ഓഫ് ബറ്റാലിയൻ, അവൻ്റെ ഒരു പടയാളികളുടെ ഒരു കൂട്ടത്തിലുള്ള സംഘത്തലവനാണ് അവൻ. അതിൻ്റെ വലിയ തലപ്പത്തിരിക്കുന്ന ആളാണ്. ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും, ഒരുവനോട് വരാൻ പറഞ്ഞാൽ വരും. അങ്ങനെയുള്ള ഒരു അധികാരഭാഗത്തിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എങ്കിലും അവൻ്റെ ആ എളിമയും അവൻ്റെ വിശ്വാസവും കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു.
അപ്പോൾ വരിക എന്ന് അത് എൻ്റെ ദാസനോട് ഇത് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയുന്നു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു, തിരിഞ്ഞു നോക്കി അവൻ്റെ അനുഗമിക്കുന്ന കൂട്ടത്തോട് പറഞ്ഞു, ഇസ്രായേലിൽ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു. അപ്പോൾ അവൻ്റെ വിശ്വാസം കണ്ടോ, ശതാധിപൻ്റെ വിശ്വാസം. ശതാധിപൻ ഒരു ധനികനായ മനുഷ്യനാണ്, ഒരു തലപ്പത്തിരിക്കുന്ന മനുഷ്യനാണ്, ഒരു അധികാരമുള്ള ഒരു മനുഷ്യനാണ്. അവൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അവന് വരുവാനുള്ള യോഗ്യതയില്ലെന്നുള്ള പറച്ചിലും അവൻ്റെ താഴാഴ്മയും വിനയത്വവും അവനെല്ലാം കണ്ട് യേശുക്രിസ്തു ആശ്ചര്യപ്പെട്ടിട്ട് പറയുകയാണ്, യെരുശലേമിൽ ഇസ്രായേലിൽ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ്റെ ഭൃത്യന്മാർ തിരിച്ചു ചെന്നപ്പോൾ എന്താണ് കണ്ടത്? ആ ദാസൻ സൗഖ്യത്തോടെ ഇരിക്കുന്ന കണ്ടു. അവിടെ ചെന്ന് തൊട്ട് സൗഖ്യമാക്കിയില്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞു, എൻ്റെ കർത്താവെ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ പെരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, എനിക്കുമുണ്ട് പാപങ്ങൾ അനേകം, ഞാനുമുണ്ട് പാപിയായ ഒരു മനുഷ്യനാകുന്നു. അവൻ തന്നെ സ്വയം താഴ്മയോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ താണിരുന്ന് അവൻ്റെ വിനയത്വവും അവൻ്റെ താഴാഴ്മയും അവൻ്റെ അനുതാപവും ഒക്കെ കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഇതുപോലൊരു വിശ്വാസമുള്ള ഒരാളിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ നാഴികയിൽ തന്നെ ആ ദാസന് സൗഖ്യം കിട്ടി. അവൻ്റെ ശതാധിപന്മാർ അവൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആ ദാസൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തോടെ എന്ത് പറഞ്ഞാലും കർത്താവ് കേൾക്കും. കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഇരട്ടി പ്രതിഫലം നമുക്ക് കിട്ടും. ഒരു ഗ്ലാസ് വെള്ളം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് വൈകാതെ തന്നെ കിട്ടും. നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാലും നീങ്ങിപ്പോവും. വിശ്വാസം, അതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. വിശ്വാസം. അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവ് എന്നാണ് പറയുന്നത്. ഈ ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടുള്ള ഒരു പിതാവായിരുന്നു അബ്രഹാം പിതാവ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അതുപോലൊരു വിശ്വാസം ഈ ആർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത്. ആ അബ്രഹാമിനോട് ഏകജാതനായ മകനെ ബലിയർപ്പിക്കാൻ മോറിയാമലയിലേക്ക് കൊണ്ടുപോയപ്പോഴും അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുമായിരുന്നു. ആ പരീക്ഷണത്തിൽ മനസ്സിലായി അബ്രഹാമിൻ്റെ വിശ്വാസം അടിയുറച്ചതാണ്, ആർക്കും അതിനെ നശിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവം പറഞ്ഞതെല്ലാം അപ്രകാരം ചെയ്തു. ദൈവത്തിൻ്റെ പാതയിൽ കൂടി നടന്നു. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം കർത്താവ് നിറവേറ്റി കൊടുത്തു. അപ്പോൾ അബ്രഹാം പിതാവ് അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ പറഞ്ഞത് ഈ കർത്താവിന് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഇരട്ടി പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥന അംഗീകരിക്കുകയും ദീനക്കാരെ സൗഖ്യമാക്കുകയും നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരും. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ രക്ഷിതാവായ കർത്താവും നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ വെറുങ്കയോടെ വിടുകയില്ല. നമ്മുടെ പ്രയാസങ്ങളെ നാം കാണുന്ന ഒരു ദൈവമാണ്. നമുക്ക് ചുറ്റും വേലി കെട്ടുന്ന ഒരു ദൈവമാണ്. എത്ര തന്നെ കഠിന സഹനങ്ങൾ കൂടി നമ്മൾ കടന്നു പോയാലും ദൈവം നമ്മളെ തക്ക സമയത്ത് നമുക്ക് തുണയാകും. നമ്മളെ ഇതിൽ നിന്നെല്ലാം വിടുവിക്കും. സഹനങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമാക്കി തരും. അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാവർക്കും ഒരു നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെയും എന്നെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.